പോലെ തന്നെയല്ലേ കൃഷ്ണൻകുട്ടിക്ക് രവിയുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പണി മരിക്കുന്നവർക്ക് ഒരു അവകാശം അത്രയത്. എന്തിനാ വേണ്ടാന്ന് വെക്കണേ? രവി ഇപ്പോഴേ MD ഒരു വാക്ക്. വിൽപത്രം തയ്യാറാക്കുന്നുണ്ടല്ലോ, ഈ വകുപ്പും അതിൽ ചേർത്താ മതിയല്ലോ ചെറിയച്ച. ഒന്നും കൊണ്ടും ഇല്ലാണ്ട് ഓരോ എഴുന്നള്ളിക്കും. പറഞ്ഞാൽ എന്താ തെറ്റ്? ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കുന്ന ആളല്ലേ മാലിനി. Our things is it better? I know your problems. എക്സ്ട്രാ അവേഴ്സ് എടുത്തിട്ട് പോഷൻ തീർത്തോളൂ. സ്റ്റുഡൻസിനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ദയയും കാരുണ്യൊക്കെ പ്രാർത്ഥനയില്. ഇപ്പം മനസ്സിലായില്ലേ മാലിനി? വേലക്കാരുടെ പ്രശ്നം എന്തായി? വന്നു. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചെറിയച്ഛനെ കിട്ടി. രവിയേട്ടൻ കുറച്ച് ചോറുണ്ട്. ലോക്കൽ വന്ന് നോക്കിയിരുന്നു. എനിക്കൊരു ബയർ വന്നിട്ടുണ്ട്, ഒരു ജപ്പാൻകാരൻ. അയാളുടെ വൈഫുണ്ട്. അവരെ സീ ഫേസിൽ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. 8 മണി. റെഡി ആയിരിക്കും. ഞാൻ 7:45 വന്ന് പിക്കപ്പ് ചെയ്യാം. അയ്യോ, ഞാൻ ഒരു ചേഞ്ചിന് യു നീഡ് ഇറ്റ്. രോഗം, മരണം ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. കുറച്ച് സമയമെങ്കിലും അതൊക്കെ ഒന്ന് മറക്കണ്ടേ? ഞാനാ പറയുന്നത്. ദർ ഈസ് നത്തിങ് ഓൺ ഇറ്റ്. റെഡി ആയിരിക്കൂ. വേണ്ട, രവിയേട്ടന് 100 പരിചയക്കാരുണ്ട്. അവരാരെങ്കിലും കണ്ടാൽ പിന്നെ ടു ഹെൽ വിത്ത് ഇറ്റ്. നാട്ടു നടപ്പിന് ആസ്പത്രിയിൽ മുഖം കാട്ടി ഹാജർപ്പിച്ച് പോയവരല്ല എല്ലാം. കഴിഞ്ഞ 5-6 മാസത്തെ പ്രോബ്ലംസ്, സഫറിങ്സ്, അഗണി അത് സഹിച്ചവർ നമ്മൾ രണ്ടാൾ മാത്രമാണ്. വേണ്ട രാജേന്ദ്രൻ, ഞാനില്ല. ശരി, വേണ്ട. യു ആർ റൈറ്റ്. ഞാൻ ചെറിയമ്മോട് ചോദിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു. എന്റെ കല്യാണക്കാരിയൊന്നും ആരും ശ്രമിച്ചില്ലേ? ഓ, ശ്രമിക്കാത്ത കുറ്റമൊന്നുമില്ല. എന്നിട്ട് അതിന് ആരും ഓടി നടക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആർക്കും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിത്യചെലവിനുള്ളത് തോട്ടത്തുനിന്ന് കിട്ടും. പിന്നെന്താ? നിന്റെ 2 കത്തുകളും എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ മറുപടി എഴുതിയില്ല. അയ്യോ, അന്നത്തെ ഓരോ വിട്ടിത്തം. അതിന് എന്നെ പറഞ്ഞാ മതി. വെറുപ്പ്, ശാപം ഒക്കെ നിനക്ക് തോന്നിയിരിക്കും അന്ന് എന്നോട്. അയ്യോ, അതൊരിക്കലും ഇല്ല. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ എഴുതി. എന്നേക്കാൾ വിവരവും പഠിപ്പും ഒക്കെ ഉള്ള ഒരാളെ ഉറപ്പിച്ചിരിക്കുമെന്ന് കേട്ടപ്പോ പിന്നെ സന്തോഷേ തോന്നിയുള്ളൂ. ഏടത്തിമ്മയെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. കോടീശ്വരനാണ് അച്ഛൻ, ഒറ്റ മകളെന്നൊക്കെ കേട്ടു. കണ്ടപ്പോ ആ പ്രതാപം ഒന്നുമില്ല പെരുമാറ്റത്തില്. സമയം എനിക്ക് എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പഠിപ്പ് കഴിഞ്ഞ് തെണ്ടി തിരിയാൻ തുടങ്ങിയപ്പോ ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു. നാട്, വീട് ഒന്നും മനസ്സിലില്ലാത്ത അവസ്ഥ. കുട്ടിക്കളികളുടെ അധ്യായത്തിലെ വാക്കിനും വരികൾക്കുമൊക്കെ നീ ഒരുപാട് അർത്ഥം കണ്ടിരുന്നു. അതൊക്കെ നീ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് കത്ത് വായിച്ചപ്പോ ഞാൻ തേങ്ങിപ്പോയി. സത്യം. പക്ഷേ വൈകിപ്പോയിരുന്നു. ഇനിയിപ്പൊ അതൊക്കെ വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഒക്കെ ഓരോരുത്തരുടെ യോഗാന്ന് നിശ്ചയിച്ചാ മതിയല്ലോ. നടക്കട്ടെ. ഇപ്പോഴെന്തെങ്കിലും വേണോ?
ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു പ്രയോജനമില്ല. എന്നാലും പറയാതെ വയ്യ. നിന്റെ കത്തിലെ വരികൾ നേറിപ്പുകഞ്ഞുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ കെടാതെ കിടക്കുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ട എന്താണെന്ന് എനിക്ക് ബോധ്യായി. ഞാൻ വിസ്തരിക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്റെ അടുത്ത് എത്തിച്ചു തന്നല്ലോ ഭഗവാന്. ഇനി എപ്പോഴും ഞാനുണ്ടാവും കൂടെ. ഇവിടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രം ഉണ്ടോ ചേച്ചി? ഇല്ല, അത് പട്ടാമ്പിക്കടുത്തല്ലേ? ഇവിടെയല്ല സാർ. ചേച്ചി രവി സാറിന്റെ ബന്ധത്തിലുള്ളതാണ്. ഡോക്ടർ ഉണ്ണി വലിയ ഡോക്ടറാണ്. ശിവൻ വൈദ്യനാഥനാണ്. രവിക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസം കാണില്ല അല്ലേ? അടുത്തല്ലേ, നടക്കാം. കരിമുത്തിൽ എവിടെങ്കിലും കണ്ടുണ്ടോ ബാബു? വയലിലൊക്കെ ഉണ്ട്. വരണ വഴിക്ക് ഇഷ്ടം പോലെ കണ്ടു. അത് വെളുത്ത മുത്തിലാണ്. മുമ്പൊക്കെ ഓരോ പറമ്പിലും എത്ര മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാലക്കൽ കിഴക്കേതിൽ മരിച്ച ഉണിച്ചിരി അമ്മമകൻ 1-ാം നമ്പറുകാരൻ രവിശങ്കർ 34 വയസ്സ്, പത്രപ്രവർത്തനം. മേപ്പടി രവിശങ്കറിന്റെ ഭാര്യ മാലിനി 28 ഞാൻ ഡോക്ടർ കെ.ആർ. ഉണ്ണി. ഓർമ്മയുണ്ടോ? കരോൾ ബാഗ് ഡോക്ടർ രാമനുണ്ണി. ആ, ബാബു ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ 10-12 കൊല്ലായില്ലേ? ഞാൻ ഡൽഹിയിലെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നിന്നപ്പോ ഇവരുടെ ലോഡ്ജിലായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോ താൻ ചങ്കേഴ്സ് വീക്കിൽ കയറിയിരുന്നു എന്നാണ് ഓർമ്മ. അത് 3 മാസം. പിന്നെ നാട്ടിലേക്ക് പോന്നു. ഒരിക്കലാരോ പറഞ്ഞു താൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. അത് പടിപ്പുറത്ത് എത്തിയില്ല എന്ന് കണ്ടപ്പോ വിട്ടു. പിന്നെ കേട്ടത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നു, മനുഷ്യർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ ചിലതൊക്കെ എഴുതുന്നു എന്നൊക്കെയാണ്. അതുവരെ റിപ്പോർട്ട് കിട്ടി. ശേഷം കഥ ശിഷ്യൻ ബാബു പ്രസാദിൽ നിന്നറിഞ്ഞു. ചായ വേണ്ട? ഞാൻ ഡോക്ടറെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഡോക്ടർ റഹീമുമായിട്ട് സംസാരിച്ചു. റഹീമിനെ എനിക്കറിയാം. വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിന് വന്നപ്പോ എന്റെ കൂടെയാണ് താമസിച്ചത്. ഈസ് ഗുഡ്. പക്ഷെ രവി ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി. അവസാനം ഇവിടെ മതിയെന്ന് നിശ്ചയിച്ചു. സെന്റിമെന്റ്സ് എന്നോ നൊസ്റ്റാൾജി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോ ഇയാൾ തോൽവി പറഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണല്ലേ? വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ റഹീം തന്നെയല്ലേ പറഞ്ഞത്? ഹീസ് റൈറ്റ് ആൻഡ് ഹീസ് ഗുഡ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അതും ശരിയാണ്. പക്ഷെ തനിക്ക് ചെയ്യാനാവുന്നത് താൻ ചെയ്യുന്നില്ലല്ലോ രവി. ദാറ്റ് ഇസ് ബാഡ്, വെരി ബാഡ്. ഡോക്ടർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിക്കടുത്ത്. പത്രത്തിലൊക്കെ വന്നിരുന്നു. സാർ അവിടെ പോണെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വന്നതും കണ്ടതും വളരെ സന്തോഷം. പക്ഷേ ഞാൻ എവിടേക്കുമില്ല. ഈ സ്റ്റേജിൽ ഡോക്ടർക്ക് എന്നെ ഇനി സഹായിക്കാനും ആവില്ല. യു ആർ റൈറ്റ്. എനിക്ക് സഹായിക്കാനാവില്ല. ദ ക്വസ്റ്റ്യൻ ഈസ്, തനിക്ക് തന്നെ സഹായിക്കാനാവുമോ? അതാണ് അറിയേണ്ടത്. വേണമെങ്കിൽ നോക്കാം. ഡോക്ടർ സിമോണ്ടൺ, റേഡിയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ഡോക്ടർ ലോറൻസ് ഷിഹാൻ, ഡോക്ടർ റഷീദ് ബസീരി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ഡോക്ടർ ദീപക് ചോപ്ര. ഇവരൊക്കെ പരീക്ഷിച്ച് അപ്രൂവ് ചെയ്ത പ്രോഗ്രാമാണ് ഞാനും ചെയ്യുന്നത്. കേൾക്കാൻ താൻ തയ്യാറുണ്ടോ? ഞാൻ ചില സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊട്ടിയ ഒരു എല്ല് എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവെങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ സംഭവം. എങ്ങനെ? ശാസ്ത്രത്തിന് അറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത
ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം, ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ.